ഹായ് ഹലോ. ഇന്ന് നമുക്ക് പീച്ചിങ്ങ ഉണക്ക മാന്തളിട്ട് വറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് പീച്ചിങ്ങ. ഇതിൻ്റെ പുറന്തോടുള്ള ഈ മൊരി ഉണ്ടല്ലോ, ഇത് നമ്മൾ ആദ്യം ഒന്ന് ഇതുപോലെ കത്തി വെച്ച് ഒന്ന് ചുരണ്ടി മാറ്റണേ. ഇത് നല്ലപോലെ ഒന്ന് ചുരണ്ടി മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ പുറമേ കാണുന്ന ഈ തൊലി ഉണ്ടല്ലോ, ഇത് നമുക്കൊന്ന് ചെത്തിയെടുക്കാം. ഇത് ചെത്തിയെടുത്തതിന് ശേഷം നമുക്കിത് മുറിച്ചുകൂടി എടുക്കണേ. ഈ ചെത്തിയെടുക്കുന്ന തൊലി ഉണ്ടല്ലോ, ഇത് കളയരുത്. ഇത് നമ്മൾ വഴറ്റിയെടുത്തിട്ട് നമുക്കൊരു അടിപൊളി ചമ്മന്തി റെഡിയാക്കിയെടുക്കാം. അധികം മൂപ്പത്താത്ത പീച്ചിങ്ങയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടതായിട്ട്. നമ്മളുടെ തൊലിയെല്ലാം ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറു കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലത് മൺചട്ടി തന്നെയാണ്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു കൈപ്പിടി അളവിൽ ചെറിയുള്ളി അരിഞ്ഞത്, ഒരു 4-5 കാന്താരി മുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരി മുളക് ഇല്ലയെന്ന് വെച്ചാൽ നമ്മുടെ സാധാ പച്ചമുളക് 2ആയി കീറിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുജീരകം ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത്. അടുപ്പത്ത് വെച്ച കറി ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇത് വേവായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ലപോലെ വേവായി വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഉണക്കമീൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ പീച്ചിക്ക വറ്റിക്കുന്നതിന് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉണക്കമീൻ ഇടുന്ന സമയത്ത് അതിൽ നല്ലപോലെ ഉപ്പുണ്ടാവും. അപ്പോൾ നോക്കിയതിന് ശേഷം പിന്നെ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാത്തോ. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അധികം വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല. ഇത് നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയാണ്. ഇനി ഇതിലേക്ക് ഉണക്കമാന്തൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം നമ്മളിതിൽ തവി വെച്ച് ഇളക്കരുത്. വെറുതെ നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഈ മീനിന് അധികം വേവൊന്നും ഇല്ല. നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പീച്ചിങ്ങ ഉണക്കമീൻ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി കോമ്പിനേഷനാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ.